പുതിയ ഹിജ്റ വർഷത്തെ തൗബയോടും പ്രാർത്ഥനയോടും സൽക്കർമ്മങ്ങളോടും കൂടി വരവേൽക്കണമെന്ന് മക്ക ഹറം മസ്ജിദ് ഇമാമും ഖതീബുമായ ഷൈഖ് ഡോക്ടർ സ്വാലിഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഹുമൈദ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. വെള്ളിയാഴ്ച ഖുത്ബയിൽ സംസാരിക്കവേ ആത്മപരിശോധനയ്ക്കും അള്ളാഹുവിലേക്കുള്ള മടങ്ങിവരവിനും അദ്ദേഹം പ്രാധാന്യം നൽകി. പുതിയ ഹിജ്റ വർഷത്തിന്റെ തുടക്കത്തിൽ ജീവിതത്തെ വിലയിരുത്തി ആത്മാർത്ഥമായ തൗബയിലേക്കും പ്രാർത്ഥനയിലേക്കും മടങ്ങിവരണമെന്ന് മക്ക ഹറം മസ്ജിദ് ഇമാം ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമൈദ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മനുഷ്യജീവിതം അതിവേഗം കടന്നു പോകുന്നതാണെന്നും മരണമെത്തുമ്പോൾ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അള്ളാഹുവിനോടുള്ള ആവശ്യബോധവും ഭയഭക്തിയും ദാസന്റെ ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥന, അള്ളാഹുവിൽ ആശ്രയിക്കൽ, പാപമോചനം തേടൽ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവയാണ് വിശ്വാസിയെ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകകാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് ഹൃദയത്തിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇമാം തൗഹീദും സുന്നത്ത് പാലനവും ആത്മാർത്ഥമായ തൗബയും ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കണമെന്ന് ഉപദേശിച്ചു. അശൂറ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കാനും അദ്ദേഹം വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, മക്ക.